മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ചർച്ച ആവശ്യപ്പെട്ട് പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്. കോൺഗ്രസ് CPM MPമാരാണ് നോട്ടീസ് നൽകിയത്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്കുള്ള അഭ്യർത്ഥന ഇതാണ്. ക്രൈസ്തവ സന്യാസികളായ ഞങ്ങൾക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തോടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തോടെയും ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ജീവിക്കാനായിട്ട് അനുവദിക്കണമെന്നും അതിനുള്ള എല്ലാ സംരക്ഷണവും ഉറപ്പു നൽകണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. സിസ്റ്റർ, ഒരു കാര്യം സിസ്റ്റർ ഈ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. കാരണം ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, രാജ്യത്തുടനീളം ഇങ്ങനെയാണ് എന്നാണ് സിസ്റ്റർ പറഞ്ഞതിൽ അർത്ഥമാക്കുന്നത്. ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ട്. അങ്ങനത്തുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും എല്ലാം അഭ്യർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവിധ സംരക്ഷണവും ഉറപ്പു നൽകണമെന്ന്. പിന്നെ ഇവരെ ഇല്ലീഗൽ കസ്റ്റഡിയിൽ വെച്ചു, അതായത് നേരത്തെ തന്നെ ചോദ്യം ചെയ്യാൻ കുറേ സമയപരിധിക്ക് അപ്പുറമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിപ്പിച്ചു എന്നൊരു ആരോപണമുണ്ട്. അതേക്കുറിച്ച് എന്ത് പറയുന്നു? വിശദവിവരങ്ങളുമായി അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. വളരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നും മനുഷ്യക്കടത്ത് നടത്തിയെന്നും ഒക്കെയാണ് ആരോപണം ഉയരുന്നത്. ഈ ഘട്ടത്തിൽ ഇത്തരത്തിൽ യാതൊരു ഇടപെടലും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവകാശ ലംഘനമാണ് ഉണ്ടാവുന്നത്. ഈ ക്രിസ്തീയ സമൂഹത്തെ വളരെയേറെ വേട്ടയാടുന്ന ഒരു രീതിയാണ് പലപ്പോഴും കാണുന്നത്. തുടങ്ങിയ കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സഭയിൽ ഇത് ഉന്നയിക്കുന്നത് ഏത് തരത്തിലാവും? ആരൊക്കെയാവും? തീർത്തും വലിയൊരു മനുഷ്യാവകാശ ലംഘനം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷം ഒന്നടങ്കം ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നതും. പ്രതിഷേധം ഇന്ന് സഭാ കവാടത്തിൽ, പാർലമെന്റ് കവാടത്തിൽ ഇന്ന് നടത്താൻ പോകുന്നു. രാവിലെ 10:30 ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തന്നെ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും CPM അതുപോലെ തന്നെ പ്രതിപക്ഷ സഖ്യത്തിലെ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികളും എല്ലാം അറിയിച്ചിരിക്കുന്നത്. അതിന് പുറമെ CPM-ന്റെ ഇടത് പാർട്ടികളുടെ ഒരുമിച്ചുള്ളൊരു പ്രതിഷേധം ഈ പാർലമെന്റിന് പുറത്തു വെച്ചും നടത്താൻ വേണ്ടി അവർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അതും 10:30 ശേഷം നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സഭയ്ക്കകത്തും ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ലോക്സഭയിലും രാജ്യസഭ ആരംഭിക്കുമ്പോൾ തന്നെ റൂൾ 267 പ്രകാരം ഈ വിഷയം നടപടികൾ നിർത്തിവെച്ച് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPM കത്ത് നൽകിയിട്ടുണ്ട്. അതിന് പുറമെ ലോക്സഭയിലാണെങ്കിൽ കോൺഗ്രസ് MPമാർ, കേരളത്തിൽ നിന്നുള്ള MPമാർ എല്ലാവരും ഒന്നടങ്കം തന്നെ ഈ ശൂന്യവേള സമയത്തും അതുപോലെ തന്നെ ചോദ്യോത്തര വേളയിലും എല്ലാം തന്നെ ഈ ഇത്തരത്തിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ വിഷയം, ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് നിർത്തിവെച്ച് വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്.